നമസ്കാരം. ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു മഹാനായ ഒരു മുഖ്യമന്ത്രിയെ പുറത്താക്കി പിണറായി വിജയന് 2016 കേരളം അധികാരമേൽപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം ആധികാരികതയുള്ളൊരു മനുഷ്യനാണ്, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്ന ആത്മവിശ്വാസമുണ്ട്. പക്ഷേ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുണ്ട്. അതുകൊണ്ട് കേരളം അടുത്ത നിലയിലേക്ക് എത്തുമെന്ന് നമ്മൾ കരുതി. ആ വിശ്വാസം അദ്ദേഹം കുറച്ചൊക്കെ കാത്തതുകൊണ്ട് ഒരു തവണ കൂടി അവസരം കൊടുത്തു. പക്ഷേ അഹങ്കാരവും ധാർഷ്ട്യവും അഴിമതിയുമൊക്കെയായി ഈ നാടിനെ വെറുപ്പിച്ചു. അങ്ങനെ ജനം ഇറക്കി വിട്ട് പകരം കൊണ്ടുവന്നത് വി.ഡി. സതീശനെയാണ്. വി.ഡി. സതീശൻ്റെ സ്ഥാനാരോഹണം അപ്രതീക്ഷിതമായിരുന്നു. പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സർവാധികാരത്തെയും ചോദ്യം ചെയ്ത് ജനപിന്തുണയോടെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. ആ കസേരയിലേക്ക് വി.ഡി. സതീശനെ കൊണ്ട് ഈ നാട്ടുകാർ ഇരുത്തുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. വി.ഡി. സതീശൻ പിണറായി വിജയന് പറ്റിയ പാളിച്ചകൾ പറ്റില്ല, കേരളത്തെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുമെന്ന്. വി.ഡി. സതീശനെക്കുറിച്ച് ഇങ്ങനൊരു പ്രതീക്ഷ കേരളത്തിനുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അദ്ദേഹം കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു അഭിമുഖമായിരുന്നു. വി.ഡി. സതീശൻ്റെ സ്വപ്നത്തിലെ കേരളം, എങ്ങനെയാണ് അദ്ദേഹം കേരളത്തെ മേക്ക് ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്, പദ്ധതികൾ, സ്ട്രാറ്റജി എന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഞാൻ അതേക്കുറിച്ച് ചെയ്ത വീഡിയോ യൂട്യൂബിൽ മാത്രം 2 മില്യണിൽ അധികം ആളുകൾ കണ്ടു. ഫേസ്ബുക്കിലെയും ഇൻസ്റ്റയിലെയും കൗണ്ട് ഞാൻ നോക്കിയുമില്ല. അതിനെ അടിസ്ഥാനമാക്കി നൂറുകണക്കിന് റീൽസുകൾ ഇറങ്ങി. ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും അന്ന് ഞാൻ പുറത്തുവിട്ട ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. സമാനമായൊരു വീഡിയോയാണ് ഞാനിന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഇതിന് ദൈർഘ്യം കൂടുതലാണ്. പക്ഷേ സമയം കണ്ടെത്തി ഇത് കാണണം. കണ്ടാൽ നമുക്കൊരു കാര്യം ബോധ്യമാകും: സതീശനെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് തെറ്റിയില്ല. ഇങ്ങനെ ഒരാൾക്ക് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയൂ. അസാധാരണമായ ഉൾക്കാഴ്ച, അസാധാരണമായ ഇച്ഛാശക്തി, ചുറ്റിനും സംഭവിക്കുന്ന വിമർശനങ്ങളൊന്നും ഗവനിക്കേണ്ടതല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്ത് ഈ നാടിനെ കീഴടക്കി സതീശൻ മുമ്പോട്ട് പോകുന്നു. നമ്മളൊക്കെ സതീശനെ വിശ്വസിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നത് എന്നതാണ്. ഏതാണ്ട് 5 ലക്ഷത്തിലധികം കോടി രൂപ നമുക്ക് കടബാധ്യതകളുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല. ദൈനംദിനം സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമ്മുടെ സർക്കാരിന് പണമില്ല. എങ്ങനെയാണ് സതീശൻ തൻ്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നത്? അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് സതീശൻ്റെ ഈ പുതിയ പ്രഭാഷണം. ഇതും സംഭവിച്ചത് കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചാണ്. പുതിയ കേരളത്തെക്കുറിച്ചുള്ള സതീശൻ്റെ സ്വപ്നത്തിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും സമുദ്ര സമ്പദ് വ്യവസ്ഥയും, ഇത് രണ്ടും നമുക്ക് ഇതുവരെ കേട്ട് പരിചയമുള്ളതല്ല. സമുദ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ കേട്ടു, ഏകദേശം നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ വിഴിഞ്ഞത്തെ മൂല കഥാപാത്രമാക്കിക്കൊണ്ട് കേരള തീരത്ത് നിരവധി തുറമുഖങ്ങൾ സൃഷ്ടിച്ച് ആ തുറമുഖങ്ങളിലൂടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തി നമുക്ക് നമ്മുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ വർദ്ധിപ്പിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതാണ്. ടൂറിസം അടക്കമുള്ള സാധ്യതകളൊക്കെ അതിന് ഭാഗമായി വരുന്നതാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നാൽ കേരളത്തെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നതാണ്. അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കടമ്പ, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നശിച്ചു പോയതുകൊണ്ട് പ്രതീക്ഷയറ്റ യുവജനങ്ങൾ +2 കഴിയുമ്പോൾ തന്നെ നാട് വിടുന്നു എന്നതാണ്. അല്ലെങ്കിൽ +2 മുമ്പ് തന്നെ പോകുന്നവരുണ്ട്. അവർ മറ്റിടങ്ങളിലേക്ക് പോകുന്നു, കേരളത്തിന് പുറത്തേക്ക് പോകുന്നു, ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരിക, പോയവരെ തിരിച്ചു കൊണ്ടുവരിക, ഇവിടെയുള്ളവർ ഇവിടെ നിലനിർത്തുക. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുണ്ടാവുക. അങ്ങനെയെങ്കിൽ അവർ അവിടെ നിൽക്കും. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇതൊരു വിദ്യാഭ്യാസ ഹബ്ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരിക. നാലാമത്തേത്, ഇന്ത്യക്ക് പുറത്തു നിന്നും, അതായത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇത്തരം രാജ്യങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവരിക. അവസാനത്തേത്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന്, വികസിത രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി നമ്മുടെ അക്കാഡമിക് സംവിധാനങ്ങളെ പുഷ്ടിപ്പെടുത്തുക. ഈ 5 മേഖലകൾ, ഇവയെ കേന്ദ്രീകരിച്ചുള്ള വലിയ നീക്കങ്ങൾ സതീശൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ദീക്ഷാരംഭം എന്ന അവരുടെ പരിപാടിയിലേക്ക് വി.ഡി. സതീശനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം സ്നേഹപൂർവ്വം ആ ക്ഷണം ഏറ്റെടുത്ത് അങ്ങോട്ട് പോയത്. അഭിവന്ദ്യനായ ചാൻസലർ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ
അക്കാഡമിക് ഇയറിൻ്റെ തുടക്കമായ ദീക്ഷാരംഭത്തിൽ നിന്ന് ആരംഭം കുറിക്കുകയാണ്. ഏതാണ്ട് 6000-ത്തിലധികം ആളുകളാണ് തടിച്ചുകൂടിയത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ 2 സംരംഭങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു ഇത്. ഒന്ന്, സതീശൻ്റെ സ്വപ്നത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് ആരംഭിച്ചിരിക്കുന്ന പുതിയ 2 സംരംഭങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു ദീക്ഷാരംഭത്തിൽ സതീശൻ ഉദ്ഘാടനം ചെയ്തത്. സ്റ്റഡി ഇൻ കേരള എന്ന പദ്ധതിയുടെ തുടക്കവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഇന്നൊവേഷൻ്റെ ഉദ്ഘാടനവും. ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റഡി ഇൻ കേരള നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുന്നൊരു പദ്ധതിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഐഡിയോളജിയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സോഷ്യൽ ഇന്നൊവേഷൻ നടത്താനുള്ള ഒരു സ്കൂൾ. ഒരുപക്ഷെ പുതിയൊരു സംരംഭം എങ്ങനെ കൊണ്ടുവരുമെന്നാവാം, അല്ലെങ്കിൽ സമൂഹം നേരിടുന്നൊരു പ്രതിസന്ധിയെ എങ്ങനെ പരിഹരിക്കുമെന്നാവാം. ഇതൊരു തിങ്ക് ടാങ്കാണ്. എന്ന് വെച്ചാൽ ഗവേഷണം ഉണ്ടാവും, പ്രശ്ന പരിഹാരങ്ങളുണ്ടാവും, വ്യവസായങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള വലിയ പൊളിച്ചെഴുത്തുകളുണ്ട്. ഇങ്ങനെ ഒരു പുതിയ സംരംഭത്തിന് ഇവർ തുടക്കമിടുകയാണ്. ആ തുടക്കം വെടിക്കെട്ട് പോലെ നിറവേറ്റുകയായിരുന്നു വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി. നിറഞ്ഞ കയ്യടികൾക്കിടയിലേക്ക് വി ഡി കടന്നു വരുന്നു. എന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വി ഡി ഒരു 15 മിനിറ്റ് നീണ്ട കിടിലം പ്രസംഗം നടത്തുന്നു. ആ ശ്വാസം അടക്കി പിടിച്ചാണ് ആ പ്രസംഗം അവിടെ ഇരുന്നവർ കേട്ടത്. ഇത് കേൾക്കുന്ന നമ്മളും ഞെട്ടിപ്പോകും. നമുക്കിങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് ഭാഗ്യമാണെന്ന് കരുതും. ഈ മുഖ്യമന്ത്രി നമ്മുടെ നാടിൻ്റെ ഭാഗധേയം മാറ്റിയെഴുതും എന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. എന്തൊരു അറിവാണ് ഈ മനുഷ്യനെ, എന്തൊരു ഓർമ്മയാണ് ഈ മനുഷ്യനെ, എന്തൊരു സ്വപ്നമാണ് ഈ മനുഷ്യനെ എന്നോർത്ത് നമ്മൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൽ സ്വയം അഭിമാനം കൊള്ളും. ആദ്യം അദ്ദേഹം പറഞ്ഞത് നോളജ് എക്സ്പ്ലോഷനെ കുറിച്ചും നോളജ് അപ്ഡേറ്റിനെ കുറിച്ചുമാണ്. അറിവിൻ്റെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പഠനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ അത് കാലഹരണപ്പെട്ടു പോകും. പുതിയ പുതിയ അപ്ഡേറ്റ് വേണ്ടി വരും. അതിനു കൂടി നമ്മൾ തയ്യാറാവണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നോളജ് എക്സ്പ്ലോഷനും നോളജ് അപ്ഡേഷനുമാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയാണ്. ഞാൻ കരുതുന്നത് ജീവിതം എന്ന് പറയുന്നത് ഇൻ സെർച്ച് ഓഫ് നോളജാണ്. അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ്. ഈ മനോഹരമായ വാക്ക് ദീക്ഷാരംഭം എന്ന് കൊടുത്തതിന് ഒരു അർത്ഥമുണ്ട്. സാധാരണ സന്യാസിമാർ, ഋഷിവര്യന്മാർ പൊരുൾ തേടിയുള്ള അവരുടെ അന്വേഷണത്തിനാണ് അവർ തപസ് ചെയ്യുന്നത്. പൊരുൾ തേടി എന്ന് പറയുന്നത് സത്യം തേടി, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പീക്കിലെത്തി, പിന്നെ ഒന്നും വേണ്ടെന്ന്. പക്ഷെ അതിന് പല മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കർമ്മമാർഗമാണ്. കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് അതിലെത്തുക. മൂന്നാമത്തേതാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. അത് അറിവ് തേടിയുള്ള നമ്മുടെ ഈ നിരന്തരമായ അന്വേഷണത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്നത് നോളജ് എക്സ്പ്ലോഷനാണ്. നമ്മളാരും കാണാത്ത അതിവേഗത്തിലാണ് പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്തുകൊണ്ട് റിസർച്ചുകൾ നടക്കുക. എല്ലാ വിഷയങ്ങളിലും റിസർച്ചുകൾ നടക്കുക. പുതിയ പുതിയ അറിവുകൾ വരിക. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവുക. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേഗത്തിലാണ് ഈ അറിവുകളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമാണ് എവിടെ ചെന്നാലും ചർച്ച. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രത്തെക്കുറിച്ച് ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ, ജനറ്റിക് എഞ്ചിനീയറിംഗിൽ തുടങ്ങി ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും അത്ഭുതകരമായ മാറ്റമുണ്ടാവുകയാണ്. പിന്നെ മനോഹരമായ പ്രസംഗം നീളുന്നു. ഞാൻ വിസ്താരഭയം മൂലം മുഴുവൻ കൊടുക്കുന്നില്ല. അടുത്തതായി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ അസാധാരണമായ അറിവ് ചൂണ്ടിക്കാട്ടുന്ന, നമ്മളൊക്കെ കോരിത്തിരിച്ചു പോകുന്ന ഒരു ഭാഗമാണ്. ഹരാരെയെ നിങ്ങൾ അറിയുമോ? ഹോമോസാപ്പിയൻസ് എഴുതിയ ഹരാരെ എന്ന് പറഞ്ഞ് അദ്ദേഹം എങ്ങനെയാണ് ഹരാരെ ജീവിതത്തെ കാണുന്നത്. ഹരാരയുടെ 2 പുസ്തകങ്ങൾ, അത് മാനവശാസ്ത്രത്തിൻ്റെ ചരിത്രവും മാനവശാസ്ത്രത്തിൻ്റെ ഭാവിയും. ഈ 2 പുസ്തകങ്ങളിലൂടെ മനുഷ്യനെ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് മാറിത്തീരുന്നത് എന്ന് വിശദീകരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. മനുഷ്യൻ്റെ ആയുസ് 180 വയസ്സ് വരെയായി മാറിയേക്കാം എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അദ്ദേഹം ഇതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. ക്യാൻസർ രോഗം വരുമ്പോൾ കീമോതെറാപ്പി എടുക്കാൻ പോവണ്ട. AI നാനോ ടെക്നോളജിയും സംയുക്തമായി നമ്മുടെ ശരീരത്തിലേക്ക് കയറി എല്ലാത്തിനും പരിഹാരമുണ്ടാക്കുന്നു. എവിടെയാണ് ക്യാൻസർ സെല്ലുകൾ, അത് നശിപ്പിച്ച് കളയുന്നു.
ക്യാൻസർ സെല്ലുകൾ വരാൻ ഇടയുള്ളിടത്ത് പരിഹാരം നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ബ്ലോക്കുകൾ ക്ലിയർ ആക്കുന്നു. ഇതിനു വേണ്ടി ഇപ്പോഴത്തെ പോലെ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒന്നും വേണ്ട. അങ്ങനെ മാറാൻ പോകുന്ന ചികിത്സാ സമ്പ്രദായം മെഡിക്കൽ സയൻസ് നമ്മുടെ ആയുസ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി വി ഡി സതീശൻ പറയുകയാണ്. ഇപ്പൊ നിങ്ങൾ ഹരാരെ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യുവാൽ നോവ ഹരാരെ. ഹോമോസേപ്പിയൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അത് എഴുതിയ ആളാണ് യുവാൽ നോവ ഹരാരെ. ഹരാരയുടെ ആദ്യത്തെ പുസ്തകമാണ് ഹോമോസേപ്പിയൻസ്. രണ്ടാമത്തെ പുസ്തകം ഹോമോഡ്യൂവോസ് ആണ്. ഹോമോഡ്യൂവോസ് പറയുന്നത് ഭാവിയെ കുറിച്ചാണ്. ഹോമോസേപ്പിയൻസ് പറയുന്നത് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഹ്യൂമൻ കൈൻഡ്, ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡാണ്. ഇത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ പറയുന്നത് എന്താ? നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? മനുഷ്യന്റെ ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് ആർക്കാണെന്ന് അറിയാമോ? ജപ്പാനിലെ സ്ത്രീകൾക്കാണ്. അത് നമുക്കൊന്ന് അന്വേഷിക്കണം. ഈ സ്ത്രീകൾക്ക് ഇത് കൂടാൻ കാര്യമല്ല. 87.5 ആണ് ആവറേജ്. അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹരാരെ പറയുന്നത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്, സയൻസാണ്, മെഡിക്കൽ സയൻസ് ആണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടുന്നത്, ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് 35 to 40 ആയിരുന്നു, അല്ലേ? 32 to 35 ആയിരുന്നു. ഈ നൂറ്റാണ്ടായപ്പോൾ മനുഷ്യന്റെ ആയുസ് എത്രയായി? 75 ആയി. അപ്പൊ നേരെ ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും എന്നാണ് ഹരാരെ ചോദിക്കുന്നത്. മനുഷ്യന്റെ ആയുസ് വല്ല പിടിയുണ്ടോ? 160-നും 180-നും വയസ്സിനിടയിലായിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. കാരണം എന്താ? മെഡിക്കൽ സയൻസിന്റെ വളർച്ചയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചു, എന്താ? ഒരു നെഞ്ചുവേദന വന്ന ആള് പോയെന്ന് പറയും. ഇപ്പൊ നെഞ്ചുവേദന വന്നാലോ? ഇപ്പൊ നെഞ്ചുവേദന വന്നാൽ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, അല്ലേ? പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് സർജറി ചെയ്യും, എഴുന്നേറ്റ് 4 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറയില്ലേ? അത്രയും അഡ്വാൻസ് ചെയ്തു മെഡിക്കൽ സയൻസ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് മെഡിക്കൽ സയൻസിൽ വരുന്നതെന്ന് പറയുന്നത്. നമ്മൾ ചെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് ചോദിക്കും, എനിക്ക് വയ്യ, തീരെ സുഖമില്ല. അപ്പോൾ ആള് നമ്മളെ സ്കാൻ ചെയ്യും. ഇപ്പോൾ കാറ് വർക്ക്ഷോപ്പിൽ കയറ്റി കാറ് സ്കാൻ ചെയ്യുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് പറയും, ഇതാണ് തൻ്റെ അസുഖം എന്ന് പറഞ്ഞു. തൻ്റെ അസുഖം മനസ്സിലായി, തൻ്റെ അസുഖം ഇതാ. അടുത്തത് പ്രിസ്ക്രിപ്ഷനാണ്, മരുന്ന്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ഒരു 10 മെഡിസിൻ എടുക്കും. എന്നിട്ട് പറയും, ഇത് വേണ്ട, ഇത് തൻ്റെ ലിവർ അടിച്ചു പോകും, ഇത് തൻ്റെ കിഡ്നി അടിച്ചു പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ, ഇതാണ് തനിക്കുള്ള മരുന്നെന്ന് പറയും. എന്നിട്ട് ഡോക്ടർ നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ അതിനെ കൺട്രോൾ ചെയ്യും. അതിങ്ങനെ ഇഞ്ചക്ട് ചെയ്താണ് കയറ്റുന്നത്. അതായത് നമ്മുടെ വെയിനിലൂടെ പോയി ഹാർട്ട് ബ്ലോക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. പിന്നെ ബൈപ്പാസ് സർജറി ഇല്ല, ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട. ക്യാൻസർ പേഷ്യന്റിന്റെ ശരീരത്തിൽ മുഴുവൻ പോയി ക്യാൻസറസ് ആയിട്ടുള്ള സെല്ല് മുഴുവൻ റിമൂവ് ചെയ്യും. നമ്മുടെ കീമോതെറാപ്പി വേണ്ട, റേഡിയേഷൻ വേണ്ട, ഒന്നും വേണ്ട, ക്യാൻസറിന്റെ അസുഖം മാറി. ഈ തരത്തിലാണ് ഇത് പറയുന്നത്. പിന്നെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ഹാർട്ട് പോയി, വേറെ ആളുടെ ഹാർട്ടൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ ഹാർട്ട്. കിഡ്നി പോയി, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവറിന്റെ ഒക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. AI-യുടെ കാലമാണെങ്കിലും ഇപ്പോൾ മനുഷ്യബുദ്ധിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഏറെ വൈകാതെ മനുഷ്യബുദ്ധി AI ബുദ്ധിയും ഏതാണ്ട് ഒരേ നിലയിലെത്തും. അത് കഴിഞ്ഞ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യബുദ്ധിയുടെ മുകളിൽ കയറും. അവിടെയാണ് ലോകം പൂർണ്ണമായി മാറാൻ പോകുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കത്തി അല്ലെങ്കിൽ റിവോൾവർ അല്ലെങ്കിൽ ബോംബ്, അവ ഒറ്റയ്ക്ക് പ്രവർത്തിക്കില്ല, മനുഷ്യൻ കൂടി വേണം. എന്നാൽ മനുഷ്യനില്ലാതെ എല്ലാം ചെയ്യുന്ന കാലം വരുമ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറാവണം എന്ന് ചോദിക്കുകയാണ് വി ഡി സതീശൻ. ഞാനിപ്പോൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് തന്നെ പറയുന്നത്. അതിലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ എഴുതിയ ബുക്കാണ് സിംഗുലാരിറ്റി ഈസ് നിയറർ. അത് റേ കേഴ്സ്വെല്ലിന്റെ പുസ്തകമാണ്, സിംഗുലാരിറ്റി ഈസ് നിയറർ. അദ്ദേഹം പറയുന്ന കേട്ടാൽ നമ്മൾ ഷോക്കായി പോകും. ഈ ഡെക്കേഡ് അവസാനിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പം എത്തും.
പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഈ പോക്ക് പോയാൽ അവൻ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യും, സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും. ആരാ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾ ആലോചിച്ചോളണം, ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഫസ്റ്റ് ടൈം എ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് ബൈപ്പാസിംഗ് ദ ഇൻ്റലിജൻസ്, ദ ഹ്യൂമൻ ഇൻ്റലിജൻസ്, ആൻഡ് ഹീ ഈസ് ബിക്കമിങ് ദ സൂപ്പർ ഇൻ്റലിജൻറ്റ്. വലിയ അത്ഭുതമാണ്. അതിനെക്കുറിച്ച് ഈ ഹരാരയുടെ പുതിയ പുസ്തകമുണ്ട്, നെക്സസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഇറങ്ങിയതാ. അതിൽ നല്ല രസകരമായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ക്രിയേഷനെ കുറിച്ചാണ്. മനുഷ്യൻ എന്തെല്ലാം ഉണ്ടാക്കി, വലിയ കടാര ഉണ്ടാക്കി അല്ലേ, എത്ര പേരെ കുത്തിക്കൊല്ലാൻ കടാര വെച്ച്. പക്ഷെ കടാര നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലോ പാവല്ലേ, തന്നെത്താൻ എഴുന്നേറ്റ് നിങ്ങളെ ആരെയും കുത്തോ? ഇല്ല. ഒരു ഫുൾ ഓർഡർ റിവോൾവർ എത്ര പേരെ വെടിവെച്ചു കൊല്ലാം. പക്ഷെ ഈ ടേബിളിൽ ഇരുന്നാൽ ഒറ്റയ്ക്ക് പോയി നിങ്ങൾ ആരെയും വെടിവെച്ചുവല്ലോ. അതിനേക്കാൾ കുഴപ്പമാണ് ബോംബ്. ബോംബ് ഒറ്റയ്ക്കൊരു പ്ലെയിനിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുമോ? നോ. അവിടെയെല്ലാം ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അത് വേണ്ട. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഹി ക്യാൻ ആക്ട് ഹിംസെൽഫ്. അതാണ് ആ കാലത്തേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത്. അതേക്കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. ആ ഒരു പുതിയ കാലത്തേക്ക്. ഇപ്പൊ തന്നെ പറഞ്ഞു, ഒരു തൊഴിൽ പെട്ടെന്ന് ഇല്ലാതാവുകയാണ്, ഒരു ജോബ് ഇല്ലാതാവുകയാണ്. നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. അല്ല, വൺ ഫൈൻ മോർണിംഗ് എ ജോബ് ഈസ് ക്ലോസ്. ഇല്ല, ഇപ്പൊ കണ്ടില്ല, ഇവിടെ ഒരു കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു, അവർ ചെന്നപ്പോഴാണ് പറഞ്ഞത്, ഓക്കെ നിങ്ങളെല്ലാവരും പോവാം, തിരിച്ചു പോവാം, കമ്പനിയിൽ നിന്ന് പോവാം. കാരണം എന്താ? കമ്പനി ഈസ് ബിക്കമിങ് AI കൺട്രോൾഡ്. നിങ്ങളുടെ ആവശ്യമില്ല. 800 പേരെയാണ് ഈ കാക്കനാട് ഒരു കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിരിച്ചു വിട്ടത്. പറഞ്ഞു വിടുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ജോലി സാധ്യത അടയുമ്പോൾ വേറൊരു സ്ഥലത്ത് ജോലി സാധ്യത തുറക്കപ്പെടുന്നുണ്ട്. കൊച്ചിയിൽ ഒറ്റയടിക്ക് 800 പേരുടെ ജോലി നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ 2 തൊഴിൽ നേടിയെടുക്കേണ്ടതിന് പ്രസക്തിയെക്കുറിച്ച് പറയുകയും തുടർന്ന് കുഞ്ഞുങ്ങളോട് പറയുന്നു, എന്നെ ആകുലപ്പെടുത്തുന്നത് വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടുന്നു, പുതിയ തലമുറയുടെ എണ്ണം കുറയുന്നു എന്നതാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഈ നാടിൻ്റെ കാവൽക്കാർ. നിങ്ങൾക്ക് വേണ്ടിയാണ് ജോബ് വാച്ച് ടവർ തുടങ്ങുന്നത്. നിങ്ങളിലൂടെ ഈ നാടിൻ്റെ ഭാവി നിലനിർത്താനാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കുട്ടികളെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ആദ്യം ചെയ്തത് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കി. ഞങ്ങൾ സെക്ടറായിട്ട് തിരിച്ചിട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള എക്സ്പേർട്സിനെ വയ്ക്കാൻ പോവാം. ഓരോ സെക്ടറിലും they are observing what is happening in the job world. According to that, we will restructure our curriculum. അതാണ് നമ്മുടെ പ്ലാൻ. അതനുസരിച്ചിട്ട് പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാകണം. എനിക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയോട് പറയാനുള്ളത്, കേരളത്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി അതിൽ ലീഡ് ചെയ്യണം. പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ, ലോകത്തെ മാറ്റത്തിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാകണം. ഒരു കുട്ടിയും പുറത്തേക്ക് പോവില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കേരളത്തിന് പുറത്തു നിന്ന്, രാജ്യത്തിന് പുറത്തു നിന്ന് കുട്ടികൾ വന്നിട്ടില്ലേ? അതുപോലെ കേരളത്തെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി മാറ്റണം. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കണം, പുറത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കണം. നല്ല ക്ലൈമറ്റാണ്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ ഓക്കെയാണ്. പേരൻസിന് കുട്ടികളെ പഠിക്കാൻ അയക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കേരളമാണ്. ഇത്രയും ഭാഗം കേട്ടപ്പോൾ തന്നെ കോരിത്തിരിച്ചു പോയില്ലേ? എണീറ്റ് വാ തുറന്ന് വല്ലതും പറയടോ എന്ന് ബാലഗോപാലിനെ കൊണ്ട് പറയിപ്പിച്ച ഒരു പ്രതിപക്ഷ നേതാവ് 10 വർഷം വായും പൊളിച്ച് ഈ നാട്ടിലിരുന്ന് ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ലാതെ എത്രമാത്രം പിന്നോട്ട് നടത്തി എന്നോർക്കുക. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന VD സതീശൻ എന്ന മനുഷ്യൻ തീർച്ചയായും ഈ നാടിനെ മാറ്റിമറിക്കും. അസാധാരണമായ അറിവ്, അസാധാരണമായ വിഷൻ, അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി. നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല. നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ ഭാവിയെ കൈപിടിച്ച് അടുത്ത പടി കയറ്റാൻ പറ്റുന്ന ഉഗ്രൻ വ്യക്തിത്വത്തെ തന്നെയാണ്.